കർഷകരെ എങ്ങനെയാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം നേരിടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒന്നാം കർഷക സമരം ഈ രാജ്യത്ത് നടന്നപ്പോഴും എന്തായിരുന്നു സ്ഥിതി? തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളെയൊക്കെ കോർപ്പറേറ്റുകൾ കൊണ്ടുപോവാൻ താങ്ങുവില ലഭിക്കുന്നില്ല. മണ്ണിൽ അധ്വാനിച്ചിട്ട് കടം മാത്രം ബാക്കിയാവുകയാണ്. 10 രൂപയ്ക്ക് ഗതിയില്ലാത്ത 10,000 ഈ രാജ്യത്ത് ഇങ്ങനെ ദിനം പ്രതി ഉണ്ടാകും. 1000 കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടാക്കുന്ന ആയിരക്കണക്കിന് മുതലാളിമാരും ഈ രാജ്യത്തുണ്ടാവുകയാണ്. അതിനെതിരെയാണ് കോർപ്പറേറ്റുകൾ കാർഷിക മേഖലയെ കാർന്നു തിന്നുന്നതിനെതിരെയാണ് ഈ സമരം. ആ സമരം ഈ രാജ്യത്ത് 2 വർഷക്കാലം മുമ്പ് നടന്നപ്പോ പ്രിയപ്പെട്ടവരെ 500ഓളം വരുന്ന കർഷകർ ഈ രാജ്യത്ത് ആ സമരത്തിന്റെ ഭാഗമായി രക്തസാക്ഷികളായി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കേന്ദ്രം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ മകനാണ് ഉത്തർപ്രദേശിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ മകൻ സമരം ചെയ്യുന്ന കർഷകരുടെ ഇടയിലേക്ക് കാർ ഇടിച്ചു കയറ്റുകയാണ്. 8ഓളം കർഷകരാണെന്ന് കൊല്ലപ്പെട്ടത്. മറക്കാൻ പറ്റുമോ? ഈ രാജ്യത്തെ കർഷകരോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തൊഴിലാളികളോട് ഏത് രീതിയിലുള്ള സമീപനമാണ്? അതുപോലെ തന്നെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോട്, ദളിതരോട്, ക്രിസ്ത്യാനികളോട്, മുസ്ലിങ്ങളോട് നോക്കൂ നിങ്ങൾ. വലിയ രാജ്യസ്നേഹം പുലമ്പുന്ന ആളുകളാണല്ലോ RSSകാർ. ഞങ്ങളാണ് രാജ്യസ്നേഹത്തിന്റെ അപ്പോസ്തലന്മാർ, ഞങ്ങൾ മാത്രമാണ് ഈ രാജ്യത്ത് ദേശസ്നേഹമുള്ള ആളുകൾ എന്നൊക്കെയാണല്ലോ RSSകാർ പറയാറുള്ളത്, ഈ രാജ്യത്ത് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നവർ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചരിത്രത്തിന്റെ ഭാഗമായി 10-200 വർഷക്കാലം ജാതി മറന്ന്, മതം മറന്ന്, വർഗം മറന്ന്, വർണ്ണം മറന്ന് ഈ നാട്ടിലെ മനുഷ്യരൊന്നാകെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയപ്പോ എവിടെയുണ്ടായിരുന്നു RSSകാരൻ? എന്തായിരുന്നു RSSകാരൻ അന്നത്തെ പണി എന്നറിയോ? RSSന്റെ നേതാക്കന്മാർ അന്ന് ഈ രാജ്യത്തെ യുവാക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യത്തെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഊർജം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് കളയരുത്. നമുക്ക് ആഭ്യന്തര ശത്രുക്കളുണ്ട്. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? അത് ട്രിപ്ലം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഒന്നാമത്തെ M എന്ന് പറയുന്നത് മുസ്ലിമാണ്, രണ്ടാമത്തെ M മിഷണറീസ് ആണ്, മൂന്നാമത്തെ M ഉണ്ട് മാർക്സിസ്റ്റ് ആണ്. ഈ 3 ആഭ്യന്തര ശത്രുക്കൾ നമുക്കുണ്ട്. അവർക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ ഊർജം സംഭരിച്ചു വെക്കണം എന്ന് പറഞ്ഞ ആളുകളായിരുന്നു RSSകാർ. അതിനുശേഷം RSSന്റെ ഇന്ത്യയുടെ രൂപീകരണത്തിലെ പങ്കെന്താ? ഇന്ന് ഈ രാജ്യത്തിന്റെ പൊതുമുതലുകൾ ഒന്നാകെ കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഈ രാജ്യത്തിനു വേണ്ടി ഇന്ത്യ സൃഷ്ടിക്കുന്നതിൽ എന്തു പങ്കാണ് വഹിച്ചത്? നോക്കൂ നിങ്ങൾ. ഈ RSS, ഇന്ത്യയുടെ രൂപീകരണത്തിൽ ഒരു പങ്കുമില്ലാത്ത RSS എങ്ങനെയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതിന് കാരണമായത്? എങ്ങനെയാണ്? അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഉത്തരം, ഈ രാജ്യത്ത് RSSനെ വളർത്തിയത്, സംഘപരിവാറിനെ വളർത്തിയത് കോൺഗ്രസ് ആണ് എന്നതാണ്. 1948 ഇന്ത്യ ലോകത്തിന് മുന്നിൽ നാണിച്ചു തലകുനിച്ച ദിവസം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം നടന്നത് അന്നാണ്. 1948 പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് തികഞ്ഞ രാമഭക്തനായിരുന്ന മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞു. ആരാ കൊന്നുകളഞ്ഞത്? RSS ആണ്. വളരെ കൃത്യമാണ്. അന്ന് RSSന് നിരോധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഭരണകൂടം. പക്ഷേ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിലെത്താൻ പാകത്തിൽ RSSന്റെ നിരോധനം നീക്കിക്കൊടുത്തത് ആരാണ്? അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഗാന്ധിയെ കൊന്ന സംഘടനയുടെ വിലക്ക് നീക്കിക്കൊടുത്ത് അവർക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ അവസരം കൊടുത്തത് കോൺഗ്രസ് ആണ്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിൽ കിടക്കുന്ന നേരത്തെ സഖാവ് ജയരാജേട്ടൻ സൂചിപ്പിച്ചു. ബാബരി പള്ളി ഈ രാജ്യത്ത് ഇന്ന് എങ്ങനെയാണ് സംഘപരിവാർ ഇത്രമാത്രം പടർന്നു പന്തലിച്ചത്? ശ്രീരാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? ബാബരി പള്ളി തകർത്തെടുത്ത് രാമക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നും ഈ നാട്ടിലെ മനുഷ്യർക്ക് ചെയ്തത് പറയാനില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഈ 2024 തെരഞ്ഞെടുപ്പിൽ രാമന്റെ പേര് പറഞ്ഞ്, വിശ്വാസം പറഞ്ഞ് ആളുകളെ പറ്റിച്ച് അധികാരത്തിലെത്താനുള്ള പണിയാണ് മോദി ഭരണകൂടം എടുത്തോണ്ടിരിക്കുന്നത്. ആ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞാണ് സംഘപരിവാർ ഈ രാജ്യത്ത് തഴച്ചു വളർന്നത്. പ്രിയപ്പെട്ടവരെ, പള്ളി തകർക്കുമ്പോ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് അല്ലേ? 10-16 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മഹാപണ്ഡിതനായിരുന്നു നരസിംഹറാവു എന്നാണ് കോൺഗ്രസ്സുകാർ പറയാ. നരസിംഹറാവു മഹാപണ്ഡിതൻ, 16 ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു ഭാഷയിൽ ആ പള്ളി പൊളിക്കരുതെന്ന് പറയാൻ നരസിംഹറാവു തയ്യാറായോ? നോക്കൂ നിങ്ങള്. ഭാരതരത്ന കൊടുത്തു. ആർക്കൊക്കെ കൊടുത്തത്? നരസിംഹറാവുവിനും കൊടുത്തു. പള്ളി പൊളിക്കാൻ കൂട്ടുനിന്ന ആൾക്കും കൊടുത്തു, പള്ളി പൊളിച്ച ആൾക്കും കൊടുത്തു. ഇല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തൊരവസ്ഥയാണ്. കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് RSSനെ വളർത്തിയത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ. ഏറ്റവും അവസാനം ഈ രാജ്യത്ത്
രണ്ടാം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ കാരണമായത് എങ്ങനെയാണ്? ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ BJP അധികാരത്തിൽ വന്നത്? ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണോ? അല്ല. ജനാധിപത്യം സംരക്ഷിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഈ നാടിനകത്ത് കോൺഗ്രസുകാർ വോട്ട് ചോദിച്ചു. പക്ഷേ ജയിച്ചു പോണ കോൺഗ്രസുകാർ എന്ത് ചെയ്യാ? അടുത്ത നിമിഷ കൈപ്പത്തിന്റെ ഉള്ളിൽ താമര വിരിയിച്ച് BJP വാ അല്ലേ? അതല്ലേ നമ്മൾ കണ്ടത്? ഗോവയിൽ BJP ഡയറക്റ്റ് ജയിച്ചതാണോ? അരുണാചൽ പ്രദേശിൽ BJP ഡയറക്റ്റ് ജയിച്ചതാണോ? മധ്യപ്രദേശിൽ, കർണാടകയിൽ, പോണ്ടിച്ചേരിയിലെല്ലാം ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒന്നാം മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രിയപ്പെട്ടവരെ ജയിച്ചു വന്ന കോൺഗ്രസുകാർ BJP ആയി മാറിയാണ് അവിടങ്ങളിലൊക്കെ BJP അധികാരത്തിൽ വന്നത്. 109 MP-മാർ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന MP-മാർ ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന 109 MP-മാരാണ് ഇപ്പോ BJP-യുടെ MP-മാരായി മാറിയത്. 6 മുൻ കോൺഗ്രസിന്റെ സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ് ഇപ്പോ BJP-യുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരായി മാറിയത്. ഈ രാജ്യത്ത് RSSനെ വളർത്തിയത് കോൺഗ്രസ് ആണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏറ്റവും സിമ്പിളായി കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണത്. നോക്കൂ, നിങ്ങൾ ഇന്ന് ഈ രാജ്യം വലിയ പ്രയാസം അനുഭവിക്കുമ്പോ മണിപ്പൂരിനകത്തൊക്കെ കണ്ടില്ലേ നിങ്ങൾ എന്താണ് അതിന്റെ അവസ്ഥ? ഇപ്പൊ വന്നിട്ട് കേരളത്തിൽ വലിയ ക്രിസ്ത്യൻ സ്നേഹം, സമുദായ സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ട് BJP-ക്കാർ വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളം പിടിക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ കുളം തോണ്ടി. മണിപ്പൂരിന്റെ കഥ ഞാൻ വിശദീകരിക്കുന്നില്ല. ദളിതായി പോയതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺമക്കളുള്ള നാടാ ഇന്ത്യ മാറല്ലേ? പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുക. ഏതവസ്ഥയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ മണിപ്പൂരിൽ കണ്ടില്ലേ നിങ്ങൾ 2 വനിതകളെ? വലിയ സ്ത്രീ സംരക്ഷണമെന്നൊക്കെ പറഞ്ഞിട്ട് ചില സെലിബ്രിറ്റികളൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. മോദി ഭയങ്കര സ്ത്രീ സംരക്ഷണത്തിന്റെ ആളെ കണ്ടതാണ് ഈ നാട്. നടു റോഡിലൂടെ നടത്തുകയാണ് നഗ്നരാക്കിയിട്ട്. ഇതാണ് BJP വന്നാലുള്ള സ്ഥിതി. 15 കൊല്ലം മുമ്പ് ഇതാ ഈ 2 ആഴ്ച മുന്നേ തൃശ്ശൂർ വന്ന് മോദി പറഞ്ഞ പോലെ മണിപ്പൂരിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, BJP-യെ ജയിപ്പിക്കൂ, മാറ്റം ഞങ്ങൾ കാണിച്ചാൽ. കണ്ടു ആ മാറ്റം. എന്താണ് ആ മാറ്റം? തെരുവിൽ പിച്ചി ചീന്തപ്പെടുന്ന പെൺമക്കൾ. ഇതാണ് ആ മാറ്റം. മതത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കല്ലേ മണിപ്പൂരിലെ ഗവൺമെന്റ് ചെയ്തത്? ഹരിയാനയിൽ മണിപ്പൂർ കടന്നിട്ട് അവിടുന്ന് ഹരിയാനയിലേക്ക് അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ പള്ളികൾ തകർക്കുന്നു, വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഈ രാജ്യത്ത് BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, സംഘപരിവാർ നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിഭീകരമായ വേട്ടയാടലുകൾ നടക്കുക. അപ്പോഴാണ് മോദി വന്നിട്ട് മോദിയുടെ ഗ്യാരണ്ടി അല്ലെ? എന്ത് മോദിയുടെ ഗ്യാരണ്ടി? എന്ത് ഗ്യാരണ്ടി? ആധുനിക റെയിൽവേ വരുന്നു ഇന്ത്യയിൽ നാം മോദി വന്ന് തള്ളിയത്. നോക്കൂ നിങ്ങൾ, ഈ ഇന്ത്യ രാജ്യത്തെ റെയിൽവേ സംവിധാനത്തിന്റെ സ്ഥിതി എന്താണ്? സഖാവ് ജയരാജേട്ടൻ സൂചിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനം. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്, പൊതുമേഖലാ സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ റെയിൽവേ എത്ര കാലമായി പ്രിയപ്പെട്ടവർ ഒരു നിയമനം നടത്തിയിട്ട് ആ ഇന്ത്യൻ റെയിൽവേയിലെ ട്രാക്കുകൾ എന്ത് ചെയ്യുന്നു? കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നു. അവിടെ ഓടിക്കുന്ന ട്രെയിനുകൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നു. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്നു. ഈ നാട്ടിലെ തൊഴിലന്വേഷിക്കുന്ന യുവാക്കളുടെ തലക്കടിക്കുന്ന സമീപനമല്ലേ സ്വീകരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേ എത്രത്തോളം തകർന്നു എന്ന് മനസ്സിലാക്കാൻ 2 മാസം മുന്നെയാണ് പ്രിയപ്പെട്ടവരെ ഒഡീഷയിൽ ഒരു ട്രെയിൻ അപകടം ഉണ്ടായത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 2 ട്രെയിനുകൾ കൂട്ടിയിടിക്കുക. ഒരു ചരക്ക് ട്രെയിനും അതുപോലെ തന്നെ ഒരു പാസഞ്ചർ ട്രെയിനും കൂട്ടിയിടിക്കുകയാണ്. അങ്ങനെ കൂട്ടിയിടിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ 15 മിനിറ്റുകൾ കഴിഞ്ഞ ശേഷം മറ്റൊരു ചരക്ക് ട്രെയിൻ വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയാണ്. എത്ര മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര മനുഷ്യർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി. എന്നിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനിക നിലവാരത്തിലെത്തി എന്ന് പറയുന്നത്. എന്നിട്ടൊരു വന്ദേ ഭാരത് കൊണ്ടുവന്നു. വന്ദേ ഭാരത് കൊണ്ടുവന്നപ്പോൾ സ്ഥിതി എന്താ? കേരളത്തിലെ ഗവൺമെന്റ് കേരയിൽ എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി ഏറ്റവും സുരക്ഷിതത്തോടെ, സമാധാനത്തോടെ, അന്തസ്സോടെ ഈ നാട്ടിലെ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന, അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോ ആ പദ്ധതിയുടെ മുഴുവൻ പണവും ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോ അതിന് ബദലായി കൊണ്ടുവന്നത് വന്ദേ ഭാരത്. ആ വന്ദേ ഭാരത് വന്നപ്പോ
ആ വന്ദേ ഭാരത് അവിടെ എത്താൻ 8 മണിക്കൂർ വേണം. 8 മണിക്കൂർ കൊണ്ട് ഇത്രയും കാലം എത്തിയിരുന്ന ജനശതാബ്ദി എത്താൻ 14 മണിക്കൂർ വേണം. അതല്ലേ ഉണ്ടായേ? അല്ലാണ്ട് എന്ത് നേട്ടം? ഇതാണോ രാജ്യത്തെ റെയിൽവേ സംവിധാനം മെച്ചപ്പെട്ടു എന്ന് മോദി പറഞ്ഞത്? പിന്നെ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളങ്ങൾ വരുന്നു. ഈ നാട്ടില്, ഈ രാജ്യത്തെ മനുഷ്യരുടെ നികുതിയിൽ നിന്ന്, ഖജനാവിലടച്ച നികുതിയിൽ നിന്ന് എടുത്തുണ്ടാക്കിയ ഈ രാജ്യത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. അറിയോ ഒരു കാര്യം? ലോകത്ത് ഇന്ന് സ്വന്തമായ ഒരു വിമാന കമ്പനി ഇല്ലാത്ത രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്വന്തമായ ഒരു വിമാന കമ്പനി ഇല്ല നമുക്ക്. ഇന്ത്യൻ എയർലൈൻസ് കൊടുക്കില്ലേ? എയർ ഇന്ത്യ വിറ്റില്ലേ? അദാനിക്കും ടാറ്റക്കും ഒക്കെ ഇങ്ങനെ വിറ്റോണ്ടിരിക്കല്ലേ? നമ്മുടെ നാട്ടിൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളൊക്കെ ഇതുപോലെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിട്ടാണ് ശബരിമലയിൽ വിമാനത്താവളം കൊണ്ടുവരാൻ പോകുന്ന കണ്ണൂർ വിമാനത്താവളം ദ്രുതഗതിയിൽ നടപ്പിലാക്കിയ ഈ കേരളത്തിൽ വന്നിട്ടാണ് മോദി പറയുന്നത് അത്യാധുനിക വിമാനത്താവളം. തള്ളുകയാണ്. ഇതാണ് മോദിയുടെ കരണ്ടി. 15 ലക്ഷം രൂപ അക്കൗണ്ട് വന്നോ? 2 കോടി തൊഴിൽ കിട്ടിയോ? തൊഴിൽ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കിട്ടാനുള്ള അവസരം ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുമ്പോ ആ രാജ്യത്ത് പ്രതീക്ഷയുടെ തുരുത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന കേരളം. അതാണ് സഖാവ് ജയരാജ് സൂചിപ്പിച്ചത്. നമ്മൾ ജീവിക്കുന്ന ഈ കേരളം. വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം ഈ രീതിയിൽ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആരുണ്ട്? ഞാൻ പറഞ്ഞല്ലേ, കോൺഗ്രസ് വളർത്തിയത് ഓരെന്തായാലും എതിർക്കൂല. പിന്നെ ആരുണ്ട് സംഘപരിവാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ? ആരുണ്ട്? ഉള്ളവർ കുറച്ചെങ്കിലും എല്ലായിടത്തും ഉള്ള കരുത്തോടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നുള്ള. ഇപ്പൊ കർഷക സമരം നടക്കുമ്പോഴും ആ കർഷക സമരത്തിന് മുന്നിലും പാറിപ്പറക്കുന്ന കൊടി ചെങ്കൊടിയാണ്, മറക്കണ്ട. രാജ്യ തലസ്ഥാനത്ത് തൊഴിലാളി സമരം നടക്കുമ്പോ ആ സമരങ്ങൾക്ക് മുകളിൽ പാറിപ്പറക്കുന്നത് ചെങ്കൊടിയാണ്, മറക്കണ്ട. ആരുണ്ടാവും എതിർക്കാൻ? കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും. നോക്കൂ നിങ്ങൾ, ഇന്ത്യൻ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയുടെയും കെ സുധാകരന്റെയും ഒക്കെ പെർഫോമൻസിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധി വലിയ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി കൊണ്ടുപോയ മനുഷ്യനെ എന്റെ മണ്ഡലം, വയനാട് മണ്ഡലം. ഇപ്പോഴും അങ്ങേര് വരുമ്പോൾ ഒരു അവസ്ഥയാണ്. അവിടുത്തെ ഒരു MLA-ക്ക് മൂപ്പരെ കാണണമെങ്കിൽ തന്നെ എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കിക്കാൻ. നിങ്ങളൊരു MP ആ മണ്ഡലത്തിന്റെ, അവിടുത്തെ ഒരു MLA-ക്ക് അങ്ങേരെ കാണണമെങ്കിൽ 2 മാസം മുന്നേ പെർമിഷൻ എടുക്കണം. അതാ അവസ്ഥ. പാർലമെന്റിനകത്ത് എന്താ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ്? ഒരു ചോദ്യം ഇന്ന് വരെ ചോദിച്ചോ? സ്വകാര്യ ബില്ല് വല്ലതും അവതരിപ്പിച്ചോ? ഒന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ വരുമ്പോ, ഈ രാജ്യത്ത് രാമൻ ആയുധമാക്കി വിശ്വാസം പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാൻ ഈ രാജ്യത്ത് സംഘപരിവാർ വരുമ്പോ ആ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കിയിട്ട് നിങ്ങളുടെ രാമൻ ഞങ്ങളുടെ രാമനല്ല, നിങ്ങളുടെ രാമൻ ഗാന്ധിയുടെ രാമനല്ല, ഞങ്ങളുടെ രാമൻ ഗാന്ധിയുടെ രാമനാണ്, നിങ്ങളുടെ രാമൻ പൊളിറ്റിക്കൽ രാമനാണ് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് വേണ്ടി വന്നു എന്നതാണ്. അടുത്ത സഖാവ് സൂചിപ്പിച്ചില്ല, രാജ്യത്താകെ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടൊന്നാകെ സംഘപരിവാർ വൈരാഗ്യ ബുദ്ധിയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ സംഘപരിവാറിന്റെ മൂക്കിനു താഴെ ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ മടിയിൽ കനമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കല്ലാതെ മറ്റാർക്ക് സാധിച്ചു? സിദ്ധരാമയ്യ അവിടെ സമരം ചെയ്തതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. കേരളം സമരം പ്രഖ്യാപിച്ചതിനു ശേഷം ആ സമരത്തിന്റെ ഭാഗമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ കടന്നു വരാൻ ആ സമരം നടക്കുമ്പോ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ പണി എന്താ? ഞങ്ങൾ അതിന്റെ ഒപ്പം നിൽക്കില്ല, നല്ലതൊന്നും പറ്റൂല എന്ന് പറയില്ലേ? അതന്നെ നവകേരള സദസ് എന്താ അവരെടുത്ത സമീപനം? ബഹിഷ്കരിക്കുക. ഇപ്പൊ കോഴിക്കോടും ഈ തിരുവനന്തപുരത്തും മെട്രോ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം എതിർക്കും, ഈ പണി കഴിയുമ്പോ അത് ഉമ്മൻചാണ്ടിന്റെ സ്വപ്നേനി എന്ന് പറയും. ഇതാണ് ഇവരുടെ സ്ഥിതി. UDF-ന്റെ കാലത്ത് ഈ നാടിനകത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാതി വഴിയിൽ നിർത്തിവെച്ചു പോയ ഏതെല്ലാം പദ്ധതികളാ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ യാഥാർത്ഥ്യമായത്? ഇടമൺ കൊച്ചി പവർ ഹൈവേ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയൂല, പണി പൂർത്തിയാക്കാൻ കഴിയൂല, ഞങ്ങൾ നിർത്തിപ്പോണ്. ഇതായിരുന്നില്ല UDF-ന്റെ സമീപനം. ജയിൽ പാചകവാതക പൈപ്പ് ലൈൻ 1-2 സമരം വന്നപ്പോ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല, നിർത്തിപ്പോണ്. ദേശീയപാത വികസനം സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, ഫണ്ടില്ല, നിർത്തിപ്പോണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായില്ലേ? വാട്ടർ മെട്രോ യാഥാർത്ഥ്യമായി, ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമായി, ജയിൽ പാചകവാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി, ദേശീയപാതയുടെ വികസനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ജലപാത
പ്രിയപ്പെട്ടവരെ, കിഫ്ബിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. ഇവിടെയൊക്കെ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഏത് നിലവാരത്തിലേക്ക് ഉയർന്നു നോക്കൂ നിങ്ങള്. ഇതാണ് കേരളം ഇന്ന്. ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്ന പശ്ചാത്തല സൗകര്യത്തിന്റെ വികസനം എല്ലാം ഇവിടെ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. വലിയ മാറ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നിട്ട് സർക്കാരിനെ കുറിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് സർക്കാരിനെ എതിർക്കാൻ ഒരു വിഭാഗം ആളുകൾ, നമ്മുടെ വിമോചന സമര കാലഘട്ടം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ചരിത്രത്തിൽ വായിച്ചവരായിരിക്കും നിങ്ങളൊക്കെ. ഈ നാട്ടിലെ പാവപ്പെട്ടവൻ 5 സെന്റ് ഭൂമി കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചപ്പോ ആ സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി സകല മുള്ളുമുരക്ക് മൂർക്കം പാമ്പും ഒരുമിച്ച് കൂടിയ പോലെ, പ്രിയപ്പെട്ടവരെ, ഇതാ ഇക്കാലത്ത് അതുപോലൊരു കൂട്ടം ഈ കേരളത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ഡൽഹിയിൽ നടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിനെ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വരെ ആ സമരത്തെ പിന്തുണച്ചിട്ട് കേരളത്തിൽ സതീശനെ എതിർക്കുകയാണ് അല്ലേ? ഈ നാടിനകത്ത് കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ പെയ്ഡായി സോഷ്യൽ മീഡിയയിൽ ചില ആളുകളും ഒന്നിച്ചുകൊണ്ടിതാ രണ്ടാം വിമോചന സമരത്തിന് നേതൃത്വം കൊടുക്കുക. എന്താ കാര്യം? പാവപ്പെട്ടവന് പെൻഷൻ മുടങ്ങില്ല, അതാ കാര്യം. വീടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുണ്ടാകുന്നു, അതാ കാര്യം. ഈ നാടിനകത്ത് പള്ളിയിൽ പോയി നമസ്കരിച്ചു വരുമ്പോ തലക്കടിയേൽക്കാതെ ഒരു മുസൽമാന് വീട്ടിലെത്താൻ കഴിയുമെന്ന ഉറപ്പുണ്ട്, അതാ കാര്യം, അതാ പ്രശ്നം. ഈ നാടിങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല. ഇങ്ങനെ പിണറായി ഇനിയും മുന്നോട്ട് പോയാൽ, ഈ ഭരണം ഇങ്ങനെ ഇനിയും ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും തങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല. ഇതാണ് ഇവരുടെ പ്രശ്നം. നവകേരള സദസ്സിന്റെ സമയത്ത് നിന്നിട്ട് ഈ സർക്കാരിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെല്ലാരും കൂടെ കൂടിയിട്ട് ഒരു കുറ്റവിചാരണ സദസ്സ്. അന്ന് VD സതീശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. VD സതീശൻ നേതാവ്, പ്രതിപക്ഷ നേതാവ്. എല്ലായിടത്തും കുറ്റവിചാരണ സദസ്സ്. ആരും മൈൻഡ് ചെയ്തില്ല. നവകേരള സദസ്സിലാവട്ടെ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും 10,000 ഒഴുകിയെത്താണ്. ഇവിടെ 10 ആളെ കിട്ടുന്നില്ല. ഞാൻ ഇവിടെ അടുത്തേതോ ചാലയിലോ ഇവിടെ അടുത്തേതോ ഒരു നവകേരള പിന്നെ കുറ്റവിചാരണ സദസ്സിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ട് 10 ആള് മുന്നിലില്ല, സ്റ്റേജിൽ 5 ആളുണ്ട്. VD സതീശൻ. പക്ഷെ സംഗതി പാളിപ്പോയി എന്ന് മനസ്സിലായപ്പോ, സതീശനെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാ കൂടില്ല എന്ന് മനസ്സിലായപ്പോ ഇപ്പതാ പുതിയൊരു പരിപാടി, സമരാഗ്നി. അതിലാരുണ്ട്? സുധാകരേട്ടനുണ്ട്. പറ്റിയ മുതല. നേരത്തെ പറഞ്ഞില്ല ഇവിടെ ജയരാജേട്ടൻ, എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. RSSന്റെ ശാഖക്ക് കാവൽ നിന്ന തഴമ്പാടോ എന്ന് പറഞ്ഞ് അഹങ്കാരം കൊണ്ട മനുഷ്യൻ. ആലോചിച്ചു. സുധാകരൻ ആരാ? സുധാകരൻ അർദ്ധ BJPക്കാരനും പൂർണ്ണ ഗുണ്ടയുമാണ്. ഒരിക്കൽ സഖാവ് M. സ്വരാജ് പറഞ്ഞതാണ്, അർദ്ധ BJP പൂർണ്ണ ഗുണ്ടയും. ഇതാണ് സുധാകരൻ. അല്ല മുതൽ. എന്നിട്ട് ഇപ്പൊ സതീശന്റെ കൂടെ കൂടിയിട്ട് ഇതാ ഇറങ്ങിയിരിക്കുക. കേരളത്തിൽ പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് ഏതാണ് BJP ഏതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കാവില്ല. ആ രീതിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. JP. ഇവിടെ ലീഗുകാരുണ്ടോ? ലീഗുകാരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ലീഗുകാരാ, ഞാൻ കുറച്ചൊക്കെ ലീഗുകാരുള്ള ഒരു സ്ഥലത്ത് നിന്നാ വരുന്നത്, മലപ്പുറം. ഇന്ത്യയിൽ ഇപ്പൊ ലീഗ് ഉള്ളത് അവിടെ ഉള്ളൂ. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരാ. നിങ്ങളുടെ സ്ഥിതി എന്താ ഇപ്പോ? നിങ്ങളെ കുറിച്ച് പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോ പറയണ്ടേ ഇമാതിരി ഉടായ്പകൾ വേറല്ല. ഇപ്പൊ അങ്ങനെ ഈ വീണ് കിടക്കുന്നവനെ വീണ്ടും വീണ്ടും അടിച്ച ആലോചിച്ച് നോക്കി, അതൊരു ഉളുപ്പില്ലായ്മല്ല. പള്ളികളിൽ നിന്നടക്കം പിരിവ് നടത്തിയിട്ട് പള്ള നിറച്ച പാർട്ടിയാ ലീഗ്. എന്നിട്ട് സമുദായത്തിന്റെ സംരക്ഷണം ഞങ്ങളാണ് ഏറ്റെടുത്തതെന്ന് പറഞ്ഞു വന്ന ആളുകളാ. ആലോചിച്ച് നോക്കി, ആരുടെ കൂടെയായി ഈ ലീഗ് നിൽക്കുന്നത്? കോൺഗ്രസിന്റെ കൂടെ. ലീഗെ ചോദിക്കട്ടെ, രാമക്ഷേത്ര നിലപാട്, കോൺഗ്രസ് എടുത്ത നിലപാട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? യാൻ ബാബി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? സംഘപരിവാറിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ കൂടെ ഇങ്ങനെ തൂങ്ങിപ്പോവാണ്. ഒന്നിങ്ങോട്ട് വിളിച്ചാൽ ചാടാൻ കാത്തിക്കുന്ന അവസ്ഥയിലാണ് ലീഗ് ഉള്ളത് എന്നുള്ളതാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാ. അവർക്ക് അധികാരം മതി, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതാണ് ലീഗിന്റെ അവസ്ഥ. ഇങ്ങനെ സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ നാടിനെ കാത്തു സൂക്ഷിക്കാനാവണം. ഓക്സിജൻ കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ ആശുപത്രികളിൽ മരിച്ചു വീഴുന്ന UP-യെ പോലെ എന്റെ നാടാവരുത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. കോവിഡ് കാലത്ത് ഗംഗയിൽ എത്രയെത്ര മൃതശരീരങ്ങളാണ് അനാഥമായി ഒഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഡൽഹിയിൽ
ഹരിയാനയിൽ, പഞ്ചാബിൽ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രിയപ്പെട്ടവരെ എത്ര മനുഷ്യരുടെ മൃതദേഹങ്ങളാണ് കൂട്ടിയിട്ട് കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? നമ്മൾ ഉണ്ടാക്കിയ കുടുംബശ്രീ, നമ്മൾ രൂപീകരിച്ച ആശാവർക്കർമാർ, നമ്മുടെ നാടിനകത്ത് ജനകീയമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ബെൽറ്റ് ഉണ്ട്, ഒരു ഇടതുപക്ഷ ബെൽറ്റ്, മനുഷ്യ സ്നേഹത്തിന്റെ, മാനവികതയുടെ ഒരു ബെൽറ്റ് ഉണ്ട് ഈ നാടിനകത്ത്. ചേർത്തു പിടിക്കുന്ന രാഷ്ട്രീയമുണ്ട് നമ്മുടെ നാടിനകത്ത്. അത് തകർന്നു പോകരുത്. ഇങ്ങനെ കൂടിയിരിക്കാൻ നമുക്ക് നാളെയുമാകണം. കർഷക സമരം പ്രഖ്യാപിച്ച ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എന്താ പറഞ്ഞത്? 6 മാസത്തേക്ക് സമരം നിർത്തിവെച്ചു. നോക്കൂ നിങ്ങൾ, പച്ചയായ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലംഘനമല്ലേ? പൗരന്റെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിനു മേലല്ലേ ഒരു ഭരണകൂടം, ഒരു സംസ്ഥാന ഭരണകൂടം കത്തിവെക്കുന്നത്? എന്തു ചെയ്യാൻ കഴിയും? ആ അവസ്ഥ ഈ കേരളത്തിനുണ്ടാവരുത്. നോക്കൂ നിങ്ങൾ, ഡൽഹിയിൽ, ഗുജറാത്തിൽ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ഭരണാധികാരികൾ വരുമ്പോ പാവപ്പെട്ടവന്റെ കൂരകൾ മതില് കെട്ടി മറക്കുന്ന കാഴ്ച ഈ രാജ്യം കണ്ടു. ഗുജറാത്തിലാണ് മുമ്പൊരിക്കൽ ട്രംപ് വന്നപ്പോ മേരാ ദോസ്ത് എന്ന് പറഞ്ഞ് മോദി പരിചയപ്പെടുത്തിയില്ലേ ട്രംപ് വന്നപ്പോ? നോക്കൂ നിങ്ങള്, അന്ന് ട്രംപ് വന്നപ്പോ ട്രംപിനെ സ്വീകരിക്കാൻ വേണ്ടി ഗുജറാത്തിലെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അതിന്റെ വഴിയോരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന കൂരകളുണ്ടല്ലോ, ആ കൂരകളൊക്കെ മതില് കെട്ടി മറക്കുക ഗുജറാത്ത്. ഡൽഹിയിൽ G20 ഉച്ചകോടി നടന്നില്ലേ? ആ G20 ഉച്ചകോടിയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ വന്നപ്പോ ഈ നാട്ടിൽ പട്ടിണി കൊണ്ട് വയറൊട്ടിയ മനുഷ്യരെ നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യരുടെ വീടുകൾ, ആ മനുഷ്യർ താമസിക്കുന്ന ചേരികൾ മറക്കല്ലേ? എന്നാ കേരളം എന്താ ചെയ്യുന്നത്? കേരളം ചെയ്യുന്നത്, ഈ നാട്ടില് നമ്മുടെ കോഴിക്കോട്ട് അങ്ങാടിയിലെ പാത്തിയുടെ താഴെയൊക്കെ കടന്നിറങ്ങിയിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. പാത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? നമ്മളെ ഈ ഓവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഓവർ ബ്രിഡ്ജ്, അഴുക്ക് ചാലിന്റെ മുകളിലുള്ള പാത്തി, അതിന്റെ മുകളിൽ മനുഷ്യർക്ക് നടക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സാധനം. മലപ്പുറത്ത് നിന്ന് വന്നുകൊണ്ടാട്ടെ അങ്ങനെ പറഞ്ഞു, ചിലപ്പോ മനസ്സിലാവില്ല. നേരത്തെ ജയരാജേട്ടൻ മറ്റേ കുറ്റി പൊരി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. ഞങ്ങൾ കുറ്റി പറയുന്ന പറയാ, മാറ്റുണ്ട്, പ്രശ്നമാവും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പാത്തിക്ക് മുകളിൽ കിടന്നുറങ്ങിയിരുന്ന മനുഷ്യരെ അവർക്ക് സ്വന്തമായി വീടുണ്ടാക്കി കൊടുത്ത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ സ്വന്തമായി അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക കേരളം. ഇതാ മാറ്റം. ഈ മാറ്റം നമുക്ക് നിലനിർത്താനാവണം. പെൻഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം പറയുന്നവരെ മുഖത്തടിക്കാൻ നമുക്ക് പറ്റണം. ഓല് ഭരിച്ചപ്പോ എന്തേ സ്ഥിതി? 600 റുപ്യ ഉണ്ടായിന്ന് കിട്ടാൻ വേണ്ടി നാട്ടിലെ പാവപ്പെട്ട അമ്മമാരോട് ഒടുക്കാ പോകാൻ പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസ്ക്ക് വാ, ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിൽക്ക്. സമയം കഴിയാനായിട്ടുണ്ടോ? ഒരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിൽക്ക്, പഞ്ചായത്ത് ഓഫീസിക്ക് വാ എന്നിങ്ങനെ പറഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ 600 കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നടത്തിച്ചിരുന്നൊരു കാലഘട്ടം മറക്കാൻ പറ്റൂ ഈ കേരളത്തിന്? പക്ഷെ ഇടതുപക്ഷ അധികാരത്ത് വന്നു 10-18 മാസം അക്കാലത്ത് കുടിശ്ശികയാക്കി വെച്ചപ്പോ ഇവിടെ ഒരു മറിയക്കുട്ടി ചേട്ടത്തിയും ചട്ടിയുമായി വന്നില്ല. ഇല്ലല്ലോ. പണ്ടേ ഞാൻ കോൺഗ്രസ്സുകാരിയാന്ന് പറഞ്ഞ ആളല്ലേ മറിയക്കുട്ടി. പിറ്റേ ദിവസം മോദിയുടെ കൂടെ BJP വേദിയിൽ പോയി. അത് പോട്ടെ, ഇവിടെ KJP ഉള്ളത്, കോൺഗ്രസ് വേറെ BJP വേറെ ഇല്ല. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയണില്ല. എന്തായാലും അന്നൊന്നും ചട്ടിയുമായി വരാത്തവർ ഇപ്പോഴാ നമ്മുടെ സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടി ചട്ടിയൊക്കെ പിടിച്ചു വരിക. എന്നിട്ടോ ഭയങ്കര സമരം. പിണറായിക്കെതിരെ ധീര വനിത, ധീര പോരാളി. പ്രിയപ്പെട്ടവരെ, ഈ UDFന്റെ കാലത്ത് മുടങ്ങിപ്പോയ 18 മാസക്കാലത്തെ പെൻഷൻ കൊടുത്തത് ആരാന്നറിയോ? ഇവർ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശ. ഇതൊന്നും ഞങ്ങൾ തരുന്നത് വോട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇതൊക്കെ അഭിമാനത്തോടെ പറയുമ്പോ ഞങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തൻ ഞങ്ങൾ പെൻഷൻ കൊടുത്ത് ഇത്ര വലിയ കാര്യമാക്കി പറയണ്ട. നിങ്ങളത് കൊടുക്കാത്ത ആളുകളാ. ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? 10-60 വർഷക്കാലം ഈ നാടിനെ തീറ്റിപ്പോറ്റിയ മനുഷ്യരാണ്. 60 വയസ്സിന് ശേഷം ഇവർക്ക് ഈ പെൻഷൻ കൊടുക്കുന്നത്. ഇനി നിങ്ങൾ വിശ്രമിക്ക്, നിങ്ങൾ വീട്ടിലിരിക്ക്. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്. നിങ്ങൾക്ക് അങ്ങാടി പോയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കാൻ, ഒരു ബീഡി വലിക്കാൻ മകന്റെ മുന്നിൽ തെണ്ടേണ്ട അവസ്ഥ വേണ്ട. മകനും മകന്റെ കുടുംബവും വലിയ പ്രയാസത്തിൽ പോവാ.
അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധിയാ. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അങ്ങാടി പോകുമ്പോ ചായ കുടിക്കാനുള്ള പൈസ ഈ സർക്കാർ നിങ്ങളുടെ കയ്യിൽ തരിക. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുടക്കി വെച്ച 18 മാസക്കാലത്തെ കുടിശ്ശിക അടക്കം പ്രിയപ്പെട്ടവരെ ഒന്നായിട്ടങ്ങട്ട് കൊടുത്തു പിണറായി അധികാരത്ത് വന്നപ്പോ. അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ തകർക്കാൻ സകല മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകളും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ഈ നാട്ടിലെ കോർപ്പറേറ്റുകളുടെ പിന്തുണയോടുകൂടി മുഖ്യധാരാ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി കടന്നു വരുമ്പോ പ്രിയപ്പെട്ട നാട്, ഈ നാടിനൊരു കാലത്ത് കരുത്തോടെ നയിച്ച സഖാവ് സജീവേട്ടന്റെ രക്തസാക്ഷി ദിനം നമുക്ക് നാളേക്ക് പ്രതീക്ഷയാകണം. നാളെയുടെ പോരാട്ടങ്ങളിൽ കരുത്തു പകരുന്നതാവണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഈ നാടിനെ തകർക്കാൻ വന്നവരെ തിരിച്ചറിയാൻ നമുക്കാവണം. നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കാവണം. നാളെയും ഈ നാട്ടിൽ പള്ളികളിൽ പോയി തിരിച്ചു വരുന്നവർക്ക് അപകടമുണ്ടാവരുത്. ചർച്ചുകളിൽ പോയി തിരിച്ചു വരുന്നവർക്ക് അപകടമുണ്ടാവരുത്. ഇന്നൊക്കെ നമ്മുടെ നാട്ടില് വിശ്വാസികൾക്കെതിരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഹൈന്ദവ മത വിശ്വാസത്തിനെതിരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നില്ലേ നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർ, RSSകാർ? ഗുരുവായൂരപ്പനെ കാണാൻ, കൃഷ്ണ ഭഗവാനെ കാണാനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് സ്ത്രീകളെ, യുവതികളെയൊക്കെ ബസ്സിൽ കയറ്റിയിട്ട് അവര് കൊണ്ടുപോകാറുണ്ട് കൃഷ്ണ ജയന്തിയുടെ അന്ന് ഗുരുവായൂരപ്പനെ കാണാൻ. എന്നിട്ട് അവര് ബസ് കയറ്റി കൊണ്ടുപോകും. നമ്മളെ അമ്മമാരോട്, പെങ്ങന്മാരോട് പറയും, കമ്മ്യൂണിസ്റ്റുകാർ കണ്ടോ, ഓല് മതത്തിനെതിരാട്ടോ, നിങ്ങളെ ഈ ഗുരുവായൂരപ്പന്റെ അടുത്ത് കൊണ്ടുപോകാൻ ഞങ്ങളെ ഉള്ളൂട്ടോ. പ്രിയപ്പെട്ടവരെ, എവിടെയുണ്ടായിരുന്നു ഈ കൂട്ടർ? മറക്കാൻ പറ്റുമോ 1930 കാലഘട്ടം, ഗുരുവായൂർ സത്യാഗ്രഹ കാലഘട്ടം? ഈ നാട്ടിലകത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് കൃഷ്ണ ഭഗവാനെ കാണാൻ കഴിയുമായിരുന്നോ ആ കാലത്ത്? എന്തിന് പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ അധസ്ഥിത വർഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് നടക്കാൻ കഴിയാത്തൊരു കാലഘട്ടം ഈ നാടിനകത്തുണ്ടായിരുന്നില്ലേ? കൃഷ്ണ ഭഗവാനെ കാണാൻ, ദൈവത്തെ തൊഴാൻ ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് കഴിയുമായിരുന്നു. ആരാണ് ആ അവകാശം നമുക്ക് നേടിത്തന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം മറക്കാൻ പറ്റുക? ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന മനുഷ്യന്റെ പേര്, പ്രിയപ്പെട്ടവരെ, തനിക്ക് തൊഴാൻ വേണ്ടിയായിരുന്നില്ലെങ്കിലും തൊഴാൻ പോകുന്ന മനുഷ്യർക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കിയ സഖാവ് AKG എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു വിശ്വാസികളോട് ഒരു എതിർപ്പില്ല. വിശ്വാസം പറഞ്ഞ് നിങ്ങളെ പറ്റിക്ക. നമ്മളെ പ്രശ്നം പട്ടിണിയാ. നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ? ഈ നാട്ടിലെ മനുഷ്യന്റെ പട്ടിണിയാ. അതില്ലാണ്ടാക്കണം. വിശ്വാസം അവനവന്റെ കാര്യമാണ്. ഞാൻ ഒരു ഇസ്ലാം മത കുടുംബത്തിൽ ജനിച്ച ആളാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്നവര് പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഏതു മതത്തിൽപ്പെട്ടവനും ഏതു ജാതിയിൽപ്പെട്ടവനും അവന്റെ വിശ്വാസപ്രകാരം, ആചാരപ്രകാരം അന്തസ്സോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കാഴ്ചപ്പാടതാണ്. എല്ലാത്തിനെയും ഉൾക്കൊണ്ട രാജ്യമാണ് ഇന്ത്യ. നമുക്ക് 2 ഗാന്ധിമാരുണ്ട്. ഒരു ഗാന്ധി നമുക്കെല്ലാം പ്രിയപ്പെട്ട, നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, തികഞ്ഞ രാമഭക്തനായിരുന്ന, ഹൈന്ദവ മതവിശ്വാസിയായിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മറ്റൊരു ഗാന്ധി ഏതാ? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന മുസ്ലിം ഗാന്ധി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഇതാണ് ഈ രാജ്യം. നമുക്കൊരു മുസ്ലിം ഗാന്ധിയുണ്ട്, ഹിന്ദു ഗാന്ധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 ആസാദുമാരുണ്ട്. ഒന്ന് മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, മുസ്ലിം ആസാദ്. മറ്റൊരു ആസാദ് ചന്ദ്രശേഖർ ആസാദ്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാരന്റെ കൊലക്കയറിന് മുന്നിൽ മുട്ടുമടക്കാതെ ധീരതയോടെ മരണം വരിച്ച ചന്ദ്രശേഖർ ആസാദ്. ഇതാണ് ഈ രാജ്യം. ഈ രാജ്യത്തേക്ക് ബ്രാഹ്മണർ ഏത് വഴിയിലൂടെ കടന്നു വന്നോ അതേ വഴിയിലൂടെയാണ് അറബി വന്നത്. അതേ വഴിയിലൂടെയാണ് നമ്മുടെ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാരൻ വന്നത്. ആരെങ്കിലും ആട്ടിയോടിച്ച പരിചയമുള്ള നാടിന്റെ പേരല്ല ഇന്ത്യ. പല രാജ്യങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് പല നന്മകളുമായി നമ്മുടെ രാജ്യത്തേക്ക് വന്നവരെ സ്വീകരിച്ച നാടിന്റെ പേരാണ് ഇന്ത്യ. ഇന്ത്യയിൽ പ്രിയപ്പെട്ടവരെ, ഒരു സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയിലുണ്ട്. ആ സംസ്കാരത്തിന് പുറമെ അഫ്ഗാനിൽ നിന്ന് മുഗളന്മാർ കടന്നു വന്നപ്പോ ആ സംസ്കാരത്തെ ഇന്ത്യ സ്വീകരിച്ചു. അവർക്ക് ഈ നാട്ടിൽ മണ്ണ് കൊടുത്തു. അവരോടൊപ്പം ഈ നാട് നിന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാർ കച്ചവടത്തിന് വന്നപ്പോ അവരെയും സ്വീകരിച്ചു. അവരുടെ കൂടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഈ രാജ്യത്തേക്ക് വന്നു. ക്രിസ്തുമതം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചു. നമ്മൾ സ്വീകരിച്ചു. ആരോടാണ് നമ്മൾ നോ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. ലോകത്തെ സകല നന്മകളെയും, ഞാൻ അങ്ങനെയാണ് അതിനെ
വിശേഷിപ്പിക്കുക. ലോകത്തെ സകല നന്മകളെയും സ്വീകരിച്ച നാടിന്റെ പേരാണ് ഇന്ത്യ. 3 മതങ്ങൾ പുറമെ നിന്ന് വന്നത് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യ നൊന്തുവെച്ച 3 മതങ്ങളുണ്ട്. ജൈനമതം, ബുദ്ധമതം, സിഖ് മതം. ഇത് ഇന്ത്യയിൽ ഉണ്ടായതാ? ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായോ? ഇന്ത്യ അടക്കി ഭരിച്ച അശോക ചക്രവർത്തി ഹൈന്ദവ മതവിശ്വാസിയായിരുന്നില്ലേ? ആ അശോക ചക്രവർത്തി, പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ഒരുപാട് കാലം അടക്കി ഭരിച്ച് കലിംഗ യുദ്ധത്തിൽ അദ്ദേഹം മാനസാന്തരം വന്ന് മനുഷ്യരുടെ ചോര കണ്ട് മടുത്ത് അദ്ദേഹം ഹൈന്ദവ മതത്തിൽ നിന്ന് മാറി ബുദ്ധമതത്തിലേക്ക് പോയി. ബുദ്ധമതക്കാരനായ അശോകൻ ഇനി ഞങ്ങളെ ഭരിക്കണ്ട എന്ന് ഈ രാജ്യത്തൊരു മനുഷ്യനും പറഞ്ഞില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് പറയുന്ന, ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോ പ്രതീക്ഷയുടെ തുരുത്തായ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളം, ഈ കമ്മ്യൂണിസ്റ്റ് കേരളം, ഇടതുപക്ഷ കേരളം ഇങ്ങനെ നിലനിൽക്കാൻ കരുത്തു പകരുന്നതാവട്ടെ ഇന്നത്തെ സായാഹ്നമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഇല്ലില്ല എല്ലാ വെളിച്ചവും കെട്ടുപോകില്ല, ഇല്ലില്ല എല്ലാ വെളിച്ചവും കെട്ടുപോകില്ല, ഈ മർത്യധീരത തൻ ചെങ്കൊടി താഴും വരെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, ഈ രക്തസാക്ഷി അനുസ്മരണ യോഗത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ സാധിച്ചതിൽ, നിങ്ങളെ എല്ലാം കാണാൻ കഴിഞ്ഞതിൽ പ്രിയപ്പെട്ടവരെ എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട്, ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങളോട് എന്റെ നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളെല്ലാം എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.